നമസ്കാരം. ദേശീയ ഗാനം ആലപിച്ചതിനും ദേശീയ പതാക ഉയർത്തിയതിൻ്റെയും പേരിൽ 2025 ഇന്ത്യയിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുക എന്നത് കെട്ടുകഥ ആയിരുന്നില്ല. ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ ബിനാഗുണ്ട എന്ന ഗ്രാമത്തിലാണ് സംഭവം. മനീഷ് നുദേരി എന്ന 24 വയസ്സുകാരനായ ഗോത്രവർഗ യുവാവിനെയാണ് മാവോയിസ്റ്റുകൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 2025 ഓഗസ്റ്റ് 15 ഗ്രാമത്തിലെ മാവോയിസ്റ്റ് സ്മാരകത്തിന് മുകളിൽ മനീഷ് ദേശീയ പതാക ഉയർത്തുകയും വിദ്യാർത്ഥികളും ഗ്രാമവാസികൾക്കുമൊപ്പം ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതിൽ പ്രകോപിതരായ മാവോയിസ്റ്റുകൾ ഓഗസ്റ്റ് 18 രാത്രി മനീഷിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് കാട്ടിനുള്ളിൽ വെച്ച് ജന അദാലത്ത് നടത്തി വധിക്കുകയായിരുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പതിറ്റാണ്ടുകളായി മാവോയിസ്റ്റ് നിയന്ത്രണത്തിലായിരുന്ന ബിനാഗുണ്ട പോലുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് മരണം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയായിരുന്നു. 2026 റിപ്പബ്ലിക് ദിനത്തിൽ ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത മേഖലയിലെ എല്ലാം ത്രിവർണ്ണ പതാക പാറി. ഇന്ത്യയിൽ നിന്ന് നക്സലിസം തുടർച്ച നീക്കപ്പെടുകയാണ് എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടിയായിരുന്നു അത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചുവപ്പ് ഭീകരതയുടെ അടിവേരറക്കുവാൻ ശക്തമായ ഓപ്പറേഷനുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തി വന്നിരുന്നത്. ഒപ്പം വികസന പ്രവർത്തനങ്ങളും വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. പിന്നാലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ 59 പുതിയ സുരക്ഷാ ക്യാമ്പുകളും സ്ഥാപിച്ചു. ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായിരുന്ന സുക്മയിൽ CRPFന്റെ 74ാമത് ബറ്റാലിയൻ ക്യാമ്പ് സ്ഥാപിച്ചു. കഴിഞ്ഞ വർഷം 53 ഗ്രാമങ്ങളിലാണ് ആദ്യമായി റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത്. ഈ വർഷം 47 ഗ്രാമങ്ങളിൽ കൂടി ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർന്നു. 2026 ജനുവരി 26 47 ഗ്രാമങ്ങളിൽ ഉയർന്നു പൊങ്ങിയ ത്രിവർണ്ണ പതാക സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ബസ്തറിൻ്റെ പുതിയ തുടക്കത്തിൻ്റെയും ശക്തമായ പ്രതീകമായി നിലകൊള്ളുന്നു എന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിനോയ് സായ് പറഞ്ഞു. 2026 മാർച്ചോടെ ഛത്തീസ്ഗഡിനെ നക്സൽ വിമുക്തമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. 2026 മാർച്ച് 31 ഇന്ത്യയെ പൂർണ്ണമായും നക്സൽ വിമുക്തമാക്കി സർക്കാർ പ്രഖ്യാപിക്കുമെന്നുമാണ് ലക്ഷ്യം. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനമേഖലകളും ഉൾനാടൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു റെഡ് കോറിഡോറായി ഇവർ വിലസിയിരുന്നത്. ഒരു കാലത്ത് ഇന്ത്യയിലെ 100ലധികം ജില്ലകളിൽ വ്യാപിച്ചു കിടന്നിരുന്ന റെഡ് കോറിഡോർ ഇപ്പോൾ ഗണ്യമായി ചുരുങ്ങിയിട്ടുണ്ട്. 2014 126 ജില്ലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 2025 ഒക്ടോബറിലെ കണക്കുകൾ പ്രകാരം വെറും 11 ജില്ലകളിലേക്ക് മാത്രമായി ഒതുങ്ങി. മാവോയിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും ബാധിക്കപ്പെട്ട ജില്ലകളുടെ എണ്ണം വെറും 3 കുറഞ്ഞു. ഛത്തീസ്ഗഡിലെ ബിജാപൂർ, സുക്മ, നാരായൺപൂർ എന്നിവയാണ് അവ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരമേറ്റതോടെയാണ് മാവോയിസ്റ്റുകളുടെ കഷ്ടകാലം തുടങ്ങിയത്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീം മാവോയിസ്റ്റ് വേട്ട നേരിടാൻ വേണ്ടി പ്രത്യേക സംഘമുണ്ടാക്കി. തണ്ടർ ബോട്ടുകൾ ഇറങ്ങി. മാവോയിസ്റ്റ് വേട്ടയ്ക്ക് കോടികളുടെ ഫണ്ട് അനുവദിക്കപ്പെട്ടു. പലരെയും നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്നു. ലക്ഷങ്ങളുടെ കീഴടങ്ങൽ തുക വാങ്ങി പല സിംഹങ്ങളും മുട്ടുകുത്തി. പക്ഷേ യഥാർത്ഥ കാരണം ഇതൊന്നുമായിരുന്നില്ല. അത് ഗ്രാമങ്ങളിൽ വികസനം എത്തിയത് എന്നതാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നതോടെ യക്ഷി ഇല്ലാതായി എന്ന് പറയുന്നത് പോലെ വികസനം വന്നതോടെ ഇല്ലാതായത് ചുവപ്പ് ഭീകരവാദവുമായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയിലാണ് നരേന്ദ്രമോദി അമിത്ഷാ ടീം അധികാരം ഏറ്റെടുത്തതോടെ നക്സൽ വേട്ട നടന്നത്. 2025 മാത്രം ഏകദേശം 317 നക്സലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏകദേശം 2000 പേർ കീഴടങ്ങി. തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ട മാവോയിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം കൂടിയായ ചലപതിയെയും തണ്ടർ ബോട്ടിന് വധിക്കാനായി. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രത്തിലുണ്ടായിരുന്ന പല മുന്നേറ്റങ്ങളുടെയും ബുദ്ധി കേന്ദ്രം ചലപതിയായിരുന്നു. AK-47 SLR തോക്കുകളോടെയുള്ള 8 മുതൽ 10 വരെ മാവോയിസ്റ്റുകളാണ് ഇയാളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത്. ഇയാൾ വീണതോടെ ഒരുപാട് പേർ കീഴടങ്ങുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC
അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.